കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിവേപ്പിലായി എന്ന് പറയുന്നില്ലേ? എന്നാൽ ഈ കറിവേപ്പില അത്ര നിസ്സാരക്കാരനല്ല കേട്ടാ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിപ്പൊടി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ദോശയുടെ മുകളിലേക്കെല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് ദോശയും ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് കണ്ടോക്കിയാലോ? ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ വീട്ടിലെ കറിവേപ്പിലേൻ്റെ കൊമ്പൊന്ന് ഒടിഞ്ഞിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ തോന്നിയ ഐഡിയ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കടലപ്പരിപ്പില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ടാണ് വറുത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ചെറിയ ജീരകമില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരിയിട്ട് നമ്മുടെ നേരത്തെ കറിവേപ്പില വെച്ചിട്ടില്ല അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ചൂടെല്ലാം ഒന്ന് പോട്ടെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചധികം തന്നെ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് കോരി മാറ്റാം. ഇനി എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, പൊടിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ നേരത്തെ നെയ്യില്ലേ, ആ നെയ്യിലേക്ക് ഈ പൊടി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വറുത്ത് കൊടുക്കാം. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ.